ഇവിടെ നടത്തുന്ന ഈ ചടങ്ങിൽ നമ്മുടെ ആദരണീയരായ വളരെ സീനിയറായിട്ടുള്ള നമ്മളുടെ ഡോക്ടർമാരെ നമ്മളിന്ന് ആദരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇക്കൊല്ലം ആദരിക്കുന്നത് 5 ഡോക്ടർമാരെയാണ്. ഡോക്ടർ പ്രൊഫസർ എമിരിറ്റസ് PP ആൻ്റണി, റുമാറ്റോളജിസ്റ്റാണ്. പിന്നെ ഡോക്ടർ മേജർ ജനറൽ MNG നായർ, പെഡിയാട്രിഷ്യനാണ്. ഡോക്ടർ KK രാമചന്ദ്രൻ, യൂറോളജിസ്റ്റ്. ഡോക്ടർ ആനന്ദം ഗോപിനാഥൻ, പാലിയേറ്റീവ് കെയറിൽ സുത്യറുമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം സ്വന്തം സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയും നമ്മുടെ മെമ്പറുമായ ഡോക്ടർ CV ആൻഡ്രൂസ്, ഒഫ്താൽമോളജിസ്റ്റ്. ഇക്കൊല്ലം ഇവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ആദരിച്ചത്, അവരെ സൂമിലാണ് ആദരിച്ചത്. ഫിസിക്കലായിട്ട് അവർക്കൊരു ആദരണം നമ്മൾ കൊടുത്തിട്ടില്ല. ആദ്യം അവരെ ഈ മീറ്റിങ്ങിൽ നമ്മൾ ആദരിക്കുന്നതാണ്. അത് ഡോക്ടർ ലീലാമ എബ്രഹാം, ഡോക്ടർ N വിശ്വനാഥൻ, ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്, ഡോക്ടർ TT പോൾ, യൂറോളജിസ്റ്റ്, ആൻഡ് ഡോക്ടർ ബാലഗോപാൽ, മെഡിക്കൽ ഓഫീസർ, IMA ബ്ലഡ് ബാങ്ക്. ഇവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇന്നത്തെ തീം എന്ന് പറയുന്നത് സേവ് ദ സേവിയേഴ്സ്, അതായത് രക്ഷകരെ രക്ഷിക്കൂ എന്നാണ്. ഇക്കൊല്ലം അങ്ങനെ ഒരു തീം എടുക്കാൻ കാരണം, ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് അങ്ങനെ ഒരു തീം എടുക്കാനുള്ള കാരണം, ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ നേരെയുണ്ടാകുന്ന അനാവശ്യമായ മൊമെൻ്ററി ആക്രമണങ്ങൾക്കെതിരെ ഞങ്ങൾ നിശബ്ദമായി പ്രതിഷേധിക്കുക കൂടിയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്യുന്നത്. കോവിഡ് മഹാമാരിയിൽ PPE കിറ്റ് വിട്ട് ഇത്രയും ടെൻഷനോടുകൂടി ഓവർലോഡായി ജോലി ചെയ്യുന്ന, ക്രിട്ടിക്കൽ കെയറിലും എമർജൻസിയിലും കാഷ്വാലിറ്റിയിലും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരായ ഡോക്ടർമാർ, അവർ 10 ആളെ 50 അവർ വളരെയധികം നമ്പറെ നോക്കി ബേൺ ഔട്ടായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവർക്ക് രോഗിയുടെ ആരെങ്കിലും മരിക്കുമ്പോൾ, അത് ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട്. നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. താൻ പാതി ദൈവം പാതി എന്നാ പറയുക. നമുക്ക് ചികിത്സിക്കാനേ സാധിക്കൂ, രക്ഷിക്കൽ നമുക്കൊരു പരിധി വരെ മാത്രമേ സാധിക്കുകയുള്ളൂ. പല കാര്യങ്ങളും നമ്മളുടെ കയ്യിലല്ല. എന്നാൽ കൂടി നമ്മുടേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട്, നമ്മളുടെ ശക്തികൾക്ക് അപ്പുറമുള്ളതായ കാരണങ്ങളെ കൊണ്ട് ഒരു രോഗി മരിക്കുമ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണം ചികിത്സിക്കുന്ന ഡോക്ടറെയും അതിനോടൊപ്പം നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും ആക്രമിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. അതിനെതിരെ കൂടി ഒരു ഉദ്ബോധനം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാഷണൽ IMA സേവ് ദ സേവിയേഴ്സ്, രക്ഷകരെ രക്ഷിക്കൂ എന്ന തീമോടുകൂടി ഇക്കൊല്ലത്തെ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സേഫ് മദർഹുഡ്, അമ്മയ്ക്കും കുഞ്ഞിനും സേഫായിട്ടുള്ളൊരു ജീവിതം കൊടുക്കുക, രക്ഷ കൊടുക്കുക എന്നുള്ളൊരു തീം കൂടി ഇക്കൊല്ലമുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. അടുത്തതായി ഞാൻ നമ്മുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ തന്നെ ബ്രാഞ്ചിലെ മെമ്പറുമായ ഡോക്ടർ V ഗോവിന്ദൻകുട്ടി സാറിനെ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട IMA തൃശ്ശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജോയ് മഞ്ഞല, ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ശ്രീ P ബാലചന്ദ്രൻ MLA അവറുകൾ, ബഹുമാനപ്പെട്ട IMA സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ P ഗോപികുമാർ, ഇന്ന് ആദരിക്കപ്പെടുന്ന മഹത് വ്യക്തികളെ, സുഹൃത്തുക്കളെ, ശ്രീ P ബാലചന്ദ്രൻ ആദ്യമായിട്ടല്ല നമ്മളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭിവാദ്യം അർപ്പിക്കാൻ നമ്മുടെ മീറ്റിങ്ങിൽ
പങ്കെടുത്തിരുന്നു. ശ്രീ പി ബാലചന്ദ്രൻ നമ്മുടെ സിവിൽ സൊസൈറ്റിയിലെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, ദാർശനിക രംഗങ്ങളിൽ വളരെയേറെ സക്രിയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല, രാഷ്ട്രീയത്തിന് ഒരു പുതിയ ദിശാബോധവും ഒരു പുതിയ ഊർജവും പുതിയ അർത്ഥവും നൽകുന്ന ഒരു ഇൻ്റലക്ച്വലാണ്. ഇന്ന് ഈ ദേശീയ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്ന അവസരത്തിൽ ഡോക്ടർമാർ വലിയ സമ്മർദ്ദത്തിലാണ്. തൊഴിൽ രംഗത്ത് ഡോക്ടർമാർ ബലപ്രയോഗത്തിനും അക്രമത്തിനും വിധേയരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങൾക്ക് സത്യം പറയുന്നു എന്ന് മാത്രം, സത്യസന്ധത പാലിക്കുന്നു എന്നത് കാരണം കൊണ്ട് മാത്രം ഡോക്ടർമാരുടെ നേരെ ബലപ്രയോഗത്തിന് മുതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത്. ജോലിയെടുക്കുന്ന വീട്ടിലത്തെ ഡോക്ടർമാർ ഏത് രൂപത്തിലാണ്, ഏത് വേഷത്തിലാണ് വീട്ടിലേക്ക് മടങ്ങി വരിക എന്നതിൽ വീട്ടിലുള്ളവർക്ക് വളരെയേറെ ഉത്കണ്ഠയുണ്ട്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല. 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് ക്രൂരതയുടെ സംസ്കാരമാണെന്നുള്ളത്. ക്രൂരതയുടെ സംസ്കാരമാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ആരോഗ്യരംഗത്തുള്ള പരിമിതികൾ, നവീന സാങ്കേതിക വിദ്യയുടെ അഭാവം, മനുഷ്യ വിഭവശേഷിയുടെ കുറവ്, രോഗി ഡോക്ടർ എന്നതിൻ്റെ ഉയർന്ന അനുവാദം, ഇതൊക്കെ ചെറിയ ചെറിയ ബലപ്രയോഗത്തിനും മറ്റും വഴി തെളിയിക്കുന്നുണ്ട്. കൂടാതെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് ആ ആശുപത്രിയുടെ ബില്ല് വലിയൊരു ബില്ലാകുമ്പോൾ അവിടെ ജോലിയെടുക്കുന്ന ഡോക്ടർമാർ പ്രതിക്കൂട്ടിലാകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഡോക്ടർമാർ പ്രവർത്തിയെടുക്കുന്നത്. കാതലായ കാര്യം അതല്ല. ആരാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്ക് തണൽ നൽകി അവരെ വളർത്തുന്നത്? ആരാണ് അതിൻ്റെ പുറകിൽ? ഇതിനെതിരായ നിയമമെല്ലാം ഉണ്ട് വാസ്തവത്തിൽ. പക്ഷേ ഇത്തരം ആളുകൾക്ക് അതൊക്കെ ഒരു പേപ്പർ ടൈഗറാണ്. അതിന് വലിയ വിലയൊന്നും അവരെ സംബന്ധിച്ചില്ല. ആ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഡോക്ടർമാരെ പ്രധാനമായിട്ട് ഈ രംഗത്ത്, പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രവൃത്തിയെടുത്തിട്ട് രോഗത്തിന് അകപ്പെട്ട് മരിച്ചവർ അനവധിയാണ്. അവരുടെ കുടുംബത്തിന് നമ്മുടെ അനുശോചനം ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ടതാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂരതയുടെ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മൾ പെൺകുട്ടികളെക്കുറിച്ച് നടുങ്ങുകയും വേദനിക്കുകയും ചെയ്യുന്നു. എത്രമാത്രം പെൺകുട്ടികളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്, എത്രമാത്രം പെൺകുട്ടികളാണ് ഇവിടെ ജീവനൊടുക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. ഈ സ്ത്രീകളുടെ, ഇവരുടെ കുട്ടികൾ, അനാഥരായ കുട്ടികളുടെ ബാല്യവും കൗമാരവും നമ്മളെ വേദനിപ്പിക്കേണ്ടതല്ലേ? എന്തായാലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതിൽ ഈ ആഷാഢമാസത്തിലെ സായാഹ്നത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി, മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തി, തൻ്റെ ദീപ്തമായ സാന്നിധ്യം കൊണ്ട് ഈ അവസരത്തെ ധന്യമാക്കുന്ന ശ്രീ പി ബാലചന്ദ്രൻ MLA അവർക്ക് ഞങ്ങളുടെ ഊഷ്മളമായ സ്വാഗതം. നന്ദി, നമസ്കാരം. അടുത്തതായി ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷനും IMA തൃശ്ശൂരിൻ്റെ ഡോക്ടർമാരെ ആദരിക്കൽ ചടങ്ങും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി തൃശ്ശൂരിൻ്റെ MLA ആയ സഖാവ് പി ബാലചന്ദ്രനെ ഞാൻ ക്ഷണിക്കുകയാണ്.
മഹനീയമായ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ജോയ് ഡോക്ടർ, അതുപോലെ തന്നെ IMAയുടെ സെക്രട്ടറി, ചീഫ് ഡോക്ടർ ഗോപികുമാർ, ഇവിടെ ആദരിക്കുന്ന വിശ്വനാഥൻ ഡോക്ടർ, TT പോൾ ഡോക്ടർ, ലീലാമ്മ ഡോക്ടർ, SM ബാലഗോപാൽ, TP ആൻ്റണി ഡോക്ടർ, മനോജ് നായർ, MNG നായർ, KK രാമചന്ദ്രൻ ഡോക്ടർ, ആനന്ദം ഡോക്ടർ, CV ആൻഡ്രൂസ് ഡോക്ടർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഡോക്ടർമാരെയും അവരുടെ പാദങ്ങളിൽ സന്ധ്യാവന്ദനം നടത്തിക്കൊണ്ട് വളരെ പവിത്രമായ ഈ ദിവസത്തിൻ്റെ ആചരണത്തിലേക്ക് കടക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1991 മുതൽ വെസ്റ്റ് ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന CB റോയിയുടെ ഓർമ്മദിനത്തിലാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ഏറ്റവും ആദ്യം ഡോക്ടേഴ്സ് ഡേ ആരംഭിക്കുന്നത് ജോർജിയയിലാണ്. താങ്ക്സ് ഡോക്ടർ, ഹാപ്പി ഡോക്ടർ എന്ന മർമ്മവാചകത്തിൽ ആരംഭിക്കുന്ന ഒരു ദിനം ലോകത്തിലെ മുഴുവൻ ഭിക്ഷഗ്വരന്മാരുടെയും മഹത്തായ പ്രവർത്തനങ്ങളെ മാനിക്കാനുള്ള ദിവസമാണ്. ഡോക്ടർമാരുടെ മാത്രമല്ല, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആശുപത്രി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ ദിവസം സമൂഹം ആദരിക്കുകയാണ്. നമ്മളൊരു പാൻഡമിക്കിൻ്റെ പിടിയിലാണ് എന്ന് മറ്റെല്ലാവരെക്കാളും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പ്ലേഗായാലും കോളറയായാലും വസൂരിയായാലും സ്പാനിഷ് ഫ്ലൂ ആയാലും മാനവ സമൂഹത്തിന് സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെക്കാൾ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ കോവിഡ് പോകും എന്ന തോന്നലുളവാക്കുന്ന ലോക സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഡെൽറ്റ 3 വകഭേദം വന്ന വൈറസുകൾ ലോകത്താകെ വ്യാപരിക്കാൻ ഇടവന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഭീകരമായിരിക്കും എന്നുള്ളത് ഇന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള 2000-ഓളം വകഭേദം വന്ന വൈറസുകൾ 16-ാം നൂറ്റാണ്ട് മുതൽ ഒരുപക്ഷെ ആരംഭിക്കുന്ന ഈ വൈറസ് ബാധ ഒരുപക്ഷെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങളെയാണ് മരണത്തിന് കീഴ്പ്പെടുത്തിയത്. 2 ലോകമഹായുദ്ധങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യർ മരിച്ച മഹാരോഗങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് മാനവിക ലോകം മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് അഭിമുഖീകരിക്കുമ്പോൾ എൻ്റെ വായനാനുഭവത്തിൽ നിന്ന് താരാശങ്കർ ബന്ദോപാധ്യായയുടെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരികയാണ്. ജീവൻ മഷായി. ബംഗാളിൽ നിന്ന് 1000 മൈലുകൾക്കപ്പുറത്ത് ദേവീപുരം എന്ന ഒരു ഗ്രാമത്തിൽ ആയുർവേദ ചര്യപ്രകാരം രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന ഒരാളാണ് ജീവൻ മഷായി. അദ്ദേഹത്തിനൊരു അത്ഭുതമായ സിദ്ധിയുണ്ട്. നാഡി പിടിച്ചു നോക്കി മരണം പ്രവചിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ സിദ്ധി. അത്ഭുതകരമായ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മരണത്തെ മനനം ചെയ്യാൻ തുടങ്ങുന്നു. എന്തിന്? അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളുടെ പോലും മരണത്തെ പ്രവചിക്കാൻ അദ്ദേഹത്തിന് ഇടവരുന്ന അവസരങ്ങളിലാണ് അലോപ്പതി മെഡിസിനുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി ആ ഗ്രാമത്തിൽ സമ്പർക്കമുണ്ടാവുന്നത്.
ആയുർവേദവും അലോപ്പതിയും ആ ഗ്രാമീണ ജീവിതവും നിറഞ്ഞു നിൽക്കുന്ന ബന്ദോപാധ്യായയുടെ ബംഗാളിലെ വിശ്വപ്രസിദ്ധമായ നോവൽ എന്താണ് ഒരു ഭിക്ഷുകരൻ്റെ ഒരു ഡോക്ടറുടെ ജീവിതം എന്ന് വരച്ചു കാണിക്കുന്നുണ്ട്. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. ഹാസ്യസാഹിത്യകാരനായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. പക്ഷെ വളരെ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്പ്യാർ. അങ്ങനെ പാരിലെ പരക്ലേശ വിവേകം നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നവരാണ് ഡോക്ടർമാർ. നിങ്ങളുടെ ഈ വൃത്തിയിലേക്ക് വരുന്നതിന് മുമ്പെടുക്കുന്ന പ്രതിജ്ഞ, അതിനുശേഷം നിങ്ങൾ പിന്നിടുന്ന ഓരോ ദിവസവും നിങ്ങൾ കണ്ടുമുട്ടുന്ന രോഗികൾ, എത്ര വൈവിധ്യം നിറഞ്ഞ ലോകം, പലപ്പോഴും നിങ്ങൾ തന്നെ തളർന്നു പോകുന്ന അവസ്ഥ. ഞാൻ നമ്മുടെ ഓങ്കോളജിസ്റ്റായിട്ടുള്ള ഗംഗാധരൻ എഴുതിയിട്ടുള്ള എൻ്റെ സുഹൃത്ത് KS അനിയൻ ആണ് അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ജീവിതമെന്ന മഹാത്ഭുതം. ജീവിതമെന്ന മഹാത്ഭുതം അഹങ്കാരിയായ ഒരു മനുഷ്യന് വായിക്കാൻ കൊടുത്താൽ 100% ഉറപ്പാണ് അയാൾ മാറും. അതിൽ ഡോക്ടർ ഗംഗാധരൻ വരച്ച് കാണിക്കുന്ന അദ്ദേഹം ചികിത്സിച്ച ഒരുപാട് ക്യാൻസർ രോഗികളുടെ ജീവിതമെന്ന മഹാത്ഭുതം എന്ന പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ, അത് കയ്യിലെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ തന്നെ അത് വായിക്കണം. വലിയ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കത്. അതുപോലെ എൻ്റെ ആത്മസുഹൃത്തായിരുന്ന ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഒരു പരിധി വരെ അദ്ദേഹം ഒരു അരാജകവാദിയാണ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം അലിഗഡ് കേന്ദ്രമാക്കിയ ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ച് മരുന്ന് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. അതിൽ ചില ഡോക്ടർമാരെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഡോക്ടർ ഖ്വാജ, ഡോക്ടർ ഹസൻ. ഖ്വാജ എന്ന് പറയുന്ന ഡോക്ടർ കുട്ടികളോട് പറയും, മരണവും ഔഷധവും തമ്മിൽ നിരന്തര പോരാട്ടത്തിലാണ്. ഒരിക്കലും മരണത്തിന് ഔഷധത്തെയോ ഔഷധത്തിന് മരണത്തെയോ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഔഷധം എന്നുള്ളത് കൊണ്ട് ഡോക്ടർ എന്ന് നിങ്ങൾ കരുതിയാൽ മതി. പക്ഷേ മരണത്തിൻ്റെ മുകളിൽ എപ്പോഴും ഈ ശക്തി വട്ടമിട്ട് പറക്കുകയാണ്. ഡോക്ടർ ഖ്വാജ കുട്ടികളോട് പറയുന്നതാണ്. അതുപോലെ അതിൽ ഒരു കഥാപാത്രമുണ്ട്, ഹസൻ. അവരിൽ പലരും നമുക്കിടയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം തൻ്റെ ലബോറട്ടറിയിൽ ഒരു മരുന്നിൻ്റെ പരീക്ഷണം നടത്തുകയാണ്. അങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അദ്ദേഹം ഒരു നായിൽ കുത്തിവെക്കേണ്ട ഒരു മരുന്ന്, ആ മരുന്നിൻ്റെ ലേബൽ ആ കുപ്പിയിൽ നിന്ന് അടർന്നുപോയി. അദ്ദേഹത്തിന് അത് മരുന്ന് ഏതാണെന്ന് തീർച്ചയില്ല. ഏതാണ് മരുന്നെന്ന് തീർച്ചയില്ലാതെ ഒരു നായിൽ അത് പ്രയോഗിക്കാൻ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം ശരീരത്തിൽ അത് പ്രയോഗിക്കുന്നു. താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുന്നിൽ അദ്ദേഹം മരിച്ചു വീഴുന്നു. ഡോക്ടർ ഹസൻ. അങ്ങനെ മരുന്ന് എന്ന് പറയുന്ന നോവലിൽ, അതൊരു സാങ്കല്പിക നോവലാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ഡോക്ടർമാരുടെ ജീവിതം അസാമാന്യ യുക്തിയോടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള വരച്ചു കാണിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തുകയാണ്. പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ അങ്ങനെ വെള്ളവസ്ത്രം മൂടിക്കിടക്കുന്ന ആ മൃതശരീരത്തിൽ നിന്ന് മുഖത്തിൽ നിന്ന് ആ തുണി മാറ്റുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുകയാണ് തൻ്റെ പ്രേമഭാജനമായിട്ടുള്ള താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണത്. എന്നിട്ട് ആ ടേബിളിൻ്റെ അരികത്ത് ഇരുന്ന് അവിടെ അറ്റൻഡർ ആ ബോഡി വെട്ടിമുറിക്കുമ്പോൾ തന്നെ സ്നേഹിച്ച ഹൃദയവും ആന്തരികാവയവങ്ങളുമൊക്കെ കണ്ടു നിൽക്കേണ്ടി വരുന്നൊരു ഡോക്ടറെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം പ്രതീകാത്മകമായ ഭാവനാത്മകമായ ഒരു ലോകത്തിൻ്റെ ചിത്രീകരണമായിരിക്കാം. പക്ഷേ എന്താണ് വൈദ്യജീവിതം, എന്താണ് പൗരസ്ത്യമായ അതിൻ്റെ സങ്കല്പം? ചരകനും കൊക്കോകനും സുശ്രുതനും ഒരു പരിധിവരെ നമ്മളൊക്കെ അല്പം മടിയോടുകൂടി മാത്രം പലപ്പോഴും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്ന വാത്സ്യായൻ ഉൾപ്പെടെയുള്ള വളരെ സമ്പന്നമായ ഒരു വൈദ്യ സംസ്കാരം പൗരസ്ത്യ ഭാരതത്തിനുണ്ട്. എത്രമാത്രം അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ
ഇന്ന് നിലനിൽക്കുന്ന തലത്തിൽ ലോക സാഹചര്യങ്ങൾ മാറിപ്പോകുന്നത്, മരുന്ന് കമ്പനികളുടെ പിടിയിലേക്ക് ലോകം അമരുന്നത്, നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് പലപ്പോഴും സാധിക്കുന്നുള്ളൂ. ഇന്നത്തെ ഒരു പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത, ഒരു കുഞ്ഞിന് ജീവൻ നിലനിർത്താൻ 18 കോടി രൂപ വേണം. 18 കോടി രൂപയുടെ ചികിത്സയുണ്ടെങ്കിലേ ഒരു കുഞ്ഞിന് ജീവൻ നിലനിർത്താൻ പറ്റൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ അന്തരാളഘട്ടങ്ങളിലും അധ്വാനിച്ച് മുന്നേറുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രാപ്യമായ ചികിത്സാ രീതികൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ചിലർക്ക് മാത്രം, ന്യൂനപക്ഷത്തിന് മാത്രം കരഗതമാകുന്ന ആധുനിക ചികിത്സാ രീതിയുണ്ട്. എല്ലാവർക്കും നല്ല ചികിത്സ ലഭിക്കണം. അങ്ങനെ എല്ലാവർക്കും നല്ല ചികിത്സയോടൊപ്പം തന്നെ നല്ലൊരു ആരോഗ്യ സംവിധാനം രാജ്യത്തുണ്ടാകണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നിങ്ങളെ ആദരിക്കുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? ലോകത്തെ കീഴടക്കുന്ന ഈ മഹാവിപത്തിനെ ഗോമൂത്രം കൊണ്ടും ചാണകം കൊണ്ടും നേരിടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷ ജനത ഇപ്പോഴും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനോട് വിസ്മരിച്ചോ മുഖം തിരിഞ്ഞു നിന്നിട്ടോ കാര്യമില്ല. അവരിലൊരു വിഭാഗമാണ് പലപ്പോഴും ആശുപത്രികൾ കയറുന്നതിനും ആക്രമിക്കുന്നതിനും കാര്യങ്ങളില്ലാതെ, ഒരു സയൻറ്റിഫിക് ടെമ്പറില്ലാതെ, ശാസ്ത്രബോധമില്ലാതെ പെരുമാറുന്നതിനും ഇടവരുത്തുന്നത്. അവരെ വിവരമുള്ള ഒരു രാഷ്ട്രീയക്കാരും പിന്താങ്ങുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇല്ല. ഈ സമൂഹം, ഡോക്ടർമാരുടെ ഈ സമൂഹം ചരിത്രത്തിൽ ആധുനിക ഇന്ത്യയിൽ, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇന്ന് ഫാർമസികളുടെ നാടാണ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന ഓരോ മുന്നേറ്റങ്ങളുടെയും മുന്നിൽ നാടിൻ്റെ പതാകവാഹകരായി നിൽക്കുന്നവരാണ് ഡോക്ടർമാർ. ലോകരാഷ്ട്രങ്ങളിൽ വികസിക്കുന്ന ഏതൊരു ആധുനിക വിജ്ഞാന ശാസ്ത്ര ശാഖയും ചികിത്സയുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിലേക്കെത്തും, ഇന്ത്യയിലേക്കെത്തും. അതിനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ ഡോക്ടർമാരാണ് പല യൂണിവേഴ്സിറ്റികളുടെയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ മുഴുവൻ വൈജ്ഞാനിക മേഖലയെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ഇന്ത്യക്ക് അതിന് കഴിയും, പ്രത്യേകിച്ച് കേരളത്തിനതിന് കഴിയും. ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഈ ദിവസം ഒരു നന്ദികേടാകും എന്നുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എപ്പോഴും ഇപ്പോഴും യുവജനങ്ങൾ അവരുടെ കൊടിയിൽ ഒരു ചിത്രം, ഏണസ്റ്റോ ചെഗ്വേരയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ബാറ്റിസ്റ്റ ഗവൺമെൻറ്റിനെ ഗ്രാൻമ എന്ന് പറയുന്ന കളിയോടത്തിൽ 30 പേർ കയറി ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചതിന് ശേഷം, അവിടെ മന്ത്രിയായതിനു ശേഷം ബൊളീവിയൻ കാടുകളിലേക്ക് കപ്പൽ കയറിയ ഒരു മനുഷ്യൻ, പുഴ നീന്തിക്കടന്ന ആദിവാസി ഗോത്ര ഊരുകളിൽ ശ്വാസം മുട്ടിയും ക്ഷയരോഗം പിടിച്ചും വിഷമിക്കുന്ന ജനതയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഏണസ്റ്റ് ചെഗ്വേരയെ പോലുള്ളവർ. ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ തലങ്ങളിൽ മനുഷ്യരാശിയുടെ മുഴുവൻ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച എത്രയോ മഹാരഥന്മാരായ ഡോക്ടർമാർ. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ തൃശ്ശൂരിൻ്റെ സംഭാവനയാണ് ഡോക്ടർ AR മേനോൻ. AR മേനോനെ വിജയിപ്പിച്ചത് തൃശ്ശൂർ നിയോജക മണ്ഡലമാണ്. കേരളത്തിന് ആരോഗ്യ നയം രൂപീകരിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ചെലുത്തിയ ഒരാളാണ് ഡോക്ടർ AR മേനോൻ. തൃശ്ശൂരിൽ നിന്നാണ് കേരളത്തിനൊരു വിദ്യാഭ്യാസ നയം രൂപകൽപ്പന ചെയ്യാൻ ജോസഫ് മുണ്ടശ്ശേരി ഉയർന്നു വന്നത്. തൃശ്ശൂരിൽ നിന്നാണ് മറ്റു പല നേതാക്കളും കേരളത്തെ നയിക്കാൻ സവിശേഷമായ സാഹചര്യങ്ങളിൽ ഉയർന്നു വന്നത്. ഞാൻ സൂചിപ്പിച്ചത് തൃശ്ശൂരിന് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് തേഞ്ഞുപോയ, പലപ്പോഴും വിലക്ഷണ യുക്തിയിൽ വിശദീകരിക്കപ്പെടുന്ന ഒരാലങ്കാരിക പദമാണ് സാംസ്കാരിക തലസ്ഥാനം എന്നുള്ളത്. അത്രയ്ക്കും സംസ്കാര സമ്പന്നരാണോ നമ്മൾ എന്ന് സ്വയം ചോദിക്കേണ്ട ചില സംഭവങ്ങളെങ്കിലും ഈ പട്ടണത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നോർത്തുകൊണ്ട് ആ പദവി നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാലോചിക്കപ്പെടേണ്ടതുണ്ട്. ആശുപത്രികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പുതിയ സാധ്യതകളിലേക്ക് ചികിത്സാരംഗം വികസിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലാകെ ഇന്ന് വലിയ ചർച്ച നടക്കുകയാണ്. 35 ലക്ഷം തികയാൻ 4000 മരണം കൂടി മതി ഇന്ത്യയിൽ. 14,000 മരണം തികയാൻ 200 പേര് കൂടി കേരളത്തിൽ മരിച്ചാൽ മതി. ലോകത്താകെ 34 ലക്ഷത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു.
കൃത്യമായി പറഞ്ഞാൽ 35ലേക്ക് അടുക്കുകയാണ്. ഇത്രയും വലിയ ഒരു പാൻഡമിക്കിൻ്റെ കാലത്ത് ചരിത്രത്തോട് പുലർത്തേണ്ട നീതിബോധം രാഷ്ട്രീയ നേതാക്കളും വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് കേരളത്തിൽ ഉൾപ്പെടെ സമയമായിട്ടുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നിങ്ങളുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് നിങ്ങളുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് വികസിത ചൈന നേടിയ നേട്ടങ്ങളോട് കിടപിടിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ ജനിച്ചതിന് ശേഷമുള്ള മരണത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ നിരക്ക്, ഏറ്റവും കുറവ് ഗർഭിണികൾ മരിച്ചു പോകുന്ന രാജ്യം, ഏറ്റവും കുറവ് മറ്റ് രോഗങ്ങൾ, ഈ ഭീകരമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന രാജ്യം, ഇതൊക്കെയാണ് കേരളം. ആരോഗ്യരംഗത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ നമുക്ക് കോവിഡ് പടരുന്നത് തടയാൻ ശാസ്ത്രീയമായി വളരെ ഫലപ്രദമായി പരിശ്രമിച്ചെങ്കിലും കുറേയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 25 കോടി ജനങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോഴും അത് വളരെ വേഗത്തിൽ വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വാക്സിനേഷൻ അല്ലാതെ മറ്റു മാർഗമില്ല. ഡെൽറ്റ 3യിലേക്ക് പോകുന്നതിന് മുമ്പ് ഡെങ്കിയുടെയും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുടെയും മഴക്കാല വരവ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ ആശുപത്രികളുടെ പൊതുസ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വളരെ വലിയ സംഭാവന ചെയ്യാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ചവരാണ് നിങ്ങൾ. കേരളത്തിലെ ആശുപത്രികളെക്കുറിച്ച് പലരും, പ്രത്യേകിച്ച് എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വലിയ സമ്പന്നർക്ക് മാത്രം പ്രവേശിക്കാനും ചികിത്സയ്ക്കും സാധ്യതയുള്ള ആശുപത്രികളെ സംബന്ധിച്ചൊക്കെ ചിലർക്ക് അഭിപ്രായ ഭിന്നതകൾ കണ്ടേക്കാം. പക്ഷേ പല തട്ടുകളിലായി ഉള്ള ജീവിത വിധാനങ്ങളിൽ എല്ലാവർക്കും നല്ല ചികിത്സ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കപ്പെടുന്നുണ്ട്. എന്നോട് നിങ്ങളുടെ പ്രസിഡൻറ്റ് കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ വെച്ച് ആശുപത്രികളിൽ ആക്രമണം നടത്തുന്ന ഡോക്ടർമാരെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് ഏൽക്കുകയും ചെയ്തു. എനിക്ക് അവിടേക്ക് എത്തിച്ചേരുമ്പോഴേക്കും നിങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഒരു ഡോക്ടർ, പ്രത്യേകിച്ചൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ടാകുന്നതിനൊരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം അവർ ചികിത്സയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ, പഠിക്കാൻ തയ്യാറാകാതെ വരുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന പ്രശ്നമാണ്. ഞാനിപ്പോൾ എൻ്റെ പ്രധാന പണി, ഞാൻ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി പറയാം, പലപ്പോൾ നിങ്ങളെയും വിളിച്ചിട്ടുണ്ടാവും. പ്രധാന പണി കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ടും മറ്റ് ചികിത്സകളുമായി ബന്ധപ്പെട്ടും ആശുപത്രി ബില്ല് അടയ്ക്കാൻ ഇല്ലാതെ ഡിസ്ചാർജ് ബില്ലുമായി ഡിസ്ചാർജ് സമ്മറിക്ക് വേണ്ടി നിൽക്കുന്ന മക്കളും മരുമക്കളും വിളിച്ച് അതിന് പരിഹാരം കാണലാണ്. എത്ര തവണ ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ വിളിച്ച് അതെൻ്റെ പേരിൽ എഴുതിക്കോളൂ, അല്ലെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കണം എന്ന് ഒരു ദിവസം എത്ര പേരോട് പറയും? 6 ലക്ഷം 7 ലക്ഷം. മഹാരാഷ്ട്രയിലാണെങ്കിൽ 8, 9, 10, 12 കോവിഡ് ചികിത്സയ്ക്ക് മാനദണ്ഡങ്ങളില്ല. പല സംസ്ഥാനങ്ങളിലും മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷേ ഫലപ്രദമായ രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തലങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഇപ്പോഴും അജ്ഞാതമായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന, വളരെ നല്ല രീതിയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഡോക്ടർമാർ പലരും അദ്ദേഹം ചികിത്സിച്ചാൽ വലിയ പണമാവും, അദ്ദേഹം ചികിത്സിച്ചാൽ ഇത്ര ബില്ലാവും എന്നൊക്കെ പറയുന്നു. അത് ചികിത്സയുമായി ബന്ധപ്പെട്ട, ആശുപത്രിയുമായുള്ള ഈ രോഗത്തിൻ്റെ അവസ്ഥയുമായുള്ള അറിവിൻ്റെ ജനങ്ങളുടെ പരിമിതിയാണ്. അതിൽ വേണ്ടപ്പെട്ടവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക ഏറ്റവും നല്ല ചികിത്സ കിട്ടാനാണ്. അടുത്തുള്ള ഓട്ടോറിക്ഷയോ ടാക്സിയോ പിടിച്ച് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കും. വലിയ ആശുപത്രിയാണോ ചെറിയ ആശുപത്രിയാണോ ഒന്നും നോക്കില്ല. ചില ആശുപത്രിയിൽ ചെന്നാൽ പൾസ് നോക്കുന്നതിന് മുമ്പ് പേഴ്സ് നോക്കുന്ന ആശുപത്രികളുണ്ട്, സത്യമാണ്. പക്ഷേ അത്തരം ആശുപത്രികളും ഇതിലും നല്ല ഡോക്ടർമാർ നിരവധിയുണ്ട്.
അങ്ങനെയുള്ള ഡോക്ടർമാർ ഇങ്ങനെയുള്ള കാലങ്ങളിൽ അവരുടെ സമൂഹ പ്രതിബദ്ധത തെളിയിക്കുന്ന വിധത്തിലുള്ള കൂട്ടായ്മകളിലൂടെ ഈ പാൻഡമിക് സിറ്റുവേഷനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരുടെയും കാലുതൊട്ട് വന്ദിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ കർമ്മമാണ് നിങ്ങൾ, ഏറ്റവും വലിയ സേവനമാണ് നിങ്ങൾ പൊതുസമൂഹത്തിൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും അർപ്പിക്കുന്ന ഈ പ്രവർത്തന മേഖല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നോരോരുത്തരെയും ആശംസിച്ചുകൊണ്ട് വർഷങ്ങളോളം പഴക്കമുള്ള തൻ്റെ ജീവിതം ചികിത്സയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയും മാറ്റിവെച്ച ഇവിടെ ആദരിക്കുന്ന എല്ലാ സീനിയറായിട്ടുള്ള ഡോക്ടർമാരെയും അനുമോദിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വളരെ നന്ദി ബഹുമാനപ്പെട്ട MLA, നമ്മുടെ ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതിനും അതേപോലെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിനും നന്ദി അറിയിക്കുന്നു. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ തീപ്പൊരി പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളെല്ലാം നമ്മൾ വാട്സാപ്പിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഗോവിന്ദൻകുട്ടി സാറ് പറഞ്ഞ പോലെ ഒരു ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റിനെയാണ് തൃശ്ശൂർ ജനങ്ങൾ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് ഈ നിമിഷം ഞാൻ അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി IMAയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ P. ഗോപികുമാർ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആശംസകൾക്കായി അദ്ദേഹത്തെ കൂടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട IMA തൃശ്ശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജോയ് മഞ്ഞല, ആദരണീയനായ MLA തൃശ്ശൂർ MLA ശ്രീ ബാലചന്ദ്രൻ, ഗോവിന്ദൻകുട്ടി സാർ, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ജെയിൻ ചിമ്മൻ, ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ പവൻ, ഇന്ന് ആദരിക്കപ്പെടുന്ന ഗുരുവന്ധ്യരെ, പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ 1.5 വർഷമായിട്ട് കോവിഡുമായി സഹവസിച്ചു കൊണ്ടിരിക്കുന്നു. വളരെയധികം സമ്മർദ്ദത്തിലാണ് ആരോഗ്യ പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ബഹുമാനപ്പെട്ട MLAയും അത് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിലാണ് നമുക്കറിയാതെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആക്രമങ്ങൾ ഡോക്ടർമാരിലേക്കും ഒക്കെ വരുന്നത്, ആരോഗ്യ പ്രവർത്തകരിലേക്കുമൊക്കെ വരുന്നത്. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതാണ് ഒരുപക്ഷെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഉദാഹരണത്തിന് മാവേലിക്കര സംഭവം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് കോവിഡ് ഡ്യൂട്ടിയിലുള്ളത് വളരെ ചെറുപ്പക്കാരായ ഡോക്ടർമാരാണ്. MBBS പാസ്സായി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ ഡോക്ടർമാരാണ്. ആ ഒരൊറ്റ സംഭവം കേരളത്തിലെ ചെറുപ്പക്കാരായ ഡോക്ടർമാരുടെ മനോവീര്യം എന്തുമാത്രം തകർത്തു എന്നുള്ളത് അവരുമായിട്ട് സംവദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. താൻ അറിയാത്ത അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത ഒരു സംഭവത്തിനോ ഒരു കാര്യത്തിനോ ശാരീരികമായൊരു മർദ്ദനമേൽക്കുക എന്നുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വരുന്നു എന്നുള്ള ചോദ്യമാണ് അവർ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. തീർച്ചയായും വൈകാരികമായ ഒരു സംഘർഷത്തിൻ്റെ ഫലമായിരിക്കാം അത് നമുക്ക് ആലോചിക്കാമെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം നമുക്ക് കൊടുക്കാമെങ്കിലും, ഇവിടെ പ്രസക്തമാവുന്ന ഒരു ചോദ്യം, സമാധാനപരമായൊരു അന്തരീക്ഷമില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ രോഗികളെ ചികിത്സിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്വന്തം ജീവനിൽ പേടിയുള്ളവരാണ് എല്ലാവരും. സ്വന്തം ജീവനെ രക്ഷിക്കേണ്ട ഒരു ചുമതല, ഒരു റിഫ്ലക്സ് എന്ന രീതിയിലെങ്കിലും ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. തീർച്ചയായും ഇക്കാര്യത്തിലേക്ക് പൊതുസമൂഹം വളരെ ആക്റ്റീവായി തന്നെ ഇടപെടണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ശക്തമായ അല്ലെങ്കിൽ വ്യക്തമായൊരു വിശകലനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു
ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ഈ പൊതുസമൂഹത്തിന് ഡോക്ടർമാരോട് ഇത്തരത്തിലൊരു മനോഭാവം ഉണ്ടാകാനുള്ള കാരണം? അതിനെന്ത് പ്രതിവിധി ചെയ്യാൻ സാധിക്കും? എവിടെയാണ് പിശകുകൾ, എവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള ഒരു ശാസ്ത്രീയമായ വിശകലനത്തിന് തന്നെ ഞങ്ങൾ മുതിരുകയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ശക്തമായ നിയമങ്ങൾ നമുക്ക് വേണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2008 മുതൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കമുള്ള ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാരുടെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ ശേഷമാണ് 2012 ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. വളരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളാവുന്ന നിയമം, ജാമ്യമില്ലാ വകുപ്പടക്കം ഉള്ള ഒരു നിയമമുണ്ടായിട്ടും അത് പ്രാവർത്തികമാക്കുന്നതിന് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള വൈമുഖ്യം പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മാവേലിക്കര നടന്നതും അതുതന്നെയാണ്. ആശുപത്രി സംരക്ഷണ ബില്ലിൻ്റെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസ് ചാർജ് ചെയ്ത പ്രതിയെ 1.5 മാസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യിക്കാൻ വൈകി. ഒരുപക്ഷേ നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നടപ്പാക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോയി എന്നുള്ള അതൊക്കെ ഞങ്ങളുടെ വളരെ ആശങ്കയോടുകൂടിയേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മനോവീര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ മനോവീര്യം തകർക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരുപക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ തോതിലുള്ള ആക്രമണങ്ങളെ നടക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാമെങ്കിലും ദേശീയ തലത്തിലാണെങ്കിൽ ഇന്ന് അല്പം മുമ്പ് ഒരു 4-5 മണിക്കൂർ മുമ്പ് ഗൗതം ആശുപത്രിയിൽ 2 ഡോക്ടർമാർക്ക് ഇന്നും മർദ്ദനം ഏൽക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ശക്തമായ നിയമങ്ങൾ വേണമെന്നും ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെ നിയമനിർമ്മാണം നടത്തണമെന്നും ഉള്ള അഭ്യർത്ഥനയും ദേശീയ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡ്രാഫ്റ്റ് കഴിഞ്ഞ 2 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഡോക്ടേഴ്സ് ദിനാചരണത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാരോട് സംവദിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം എപ്പിഡമിക് കൺട്രോൾ ആക്ടിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെയും പരിധിയിൽ പെടുത്തിക്കൊണ്ട് ആശുപത്രി സംരക്ഷണ നിയമത്തിൻ്റെ ശക്തമായ ഓർഡിനൻസ് ഇറക്കുകയുണ്ടായെങ്കിലും അതൊരു വർഷത്തെ കാലാവധിക്ക് ശേഷം വീണ്ടും പുതുക്കിയിട്ടില്ല. അതിനിടയിലാണ് ആശുപത്രി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു സെൻട്രൽ ലോ. അതോടൊപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആവശ്യം ആശുപത്രികളെ സംരക്ഷിത മേഖലകളാക്കണമെന്നും ആവശ്യമെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് പോലെയുള്ള ഒരു പോലീസ് സേന തന്നെ ആശുപത്രികളെ വിന്യസിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുകൂടി പറയാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നിയമനിർമ്മാണങ്ങളും നിയമ നടപടികളുമൊക്കെ വേണ്ടത് ആവശ്യം തന്നെ. എങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളുണ്ടാകുന്നു, ഇത് ഏത് രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ പോലും ഞങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരു സമാധാന അന്തരീക്ഷത്തിൻ്റെ സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ പൊതുജന സമൂഹത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ വേണമെന്നും ബഹുമാനപ്പെട്ട MLA പോലെയുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇതിന്
പരിഹാരം കാണുന്നതിന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ന് ആദരിക്കപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് IMA. വളരെ നന്ദി ഗോപികുമാർ സർ. അടുത്തതായി ഔദ്യോഗികമായ ഡോക്ടർമാരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഇന്ന് വൈകുന്നേരം നമുക്ക് ദേശീയ IMAയിൽ നിന്നും ഒരു ഔദ്യോഗിക അറിയിപ്പുണ്ടായി. നമ്മുടെ സ്വന്തം പ്രസിഡൻ്റായ ഡോക്ടർ ജോയ് മഞ്ഞില അദ്ദേഹം ഒരു ദേശീയ അംഗീകാരത്തിന് അർഹനായിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം IMAയുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദേശീയ IMA അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് IMA തൃശ്ശൂർ നമ്മുടെ ബ്രാഞ്ചിൻ്റെ ചെറിയ ഒരു ഉപഹാരം അദ്ദേഹത്തിന് ഇവിടെ നൽകുകയാണ്, എല്ലാവരുടെ അനുവാദത്തോടുകൂടി. ഇത് ഇന്ന് വൈകുന്നേരമാണ് അറിഞ്ഞത്, അതുകൊണ്ട് നമുക്ക് മറ്റൊരവസരത്തിൽ വലിയൊരു പരിപാടിയായിട്ട് തന്നെ നടത്തേണ്ടതാണ്. എങ്കിലും ഇവിടെ എല്ലാവരും പ്രധാനപ്പെട്ട വ്യക്തികളും MLAയും എല്ലാം ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു മെമൻറ്റോ കൈമാറുവാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട MLAയും അതേപോലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗോപികുമാർ സാറിനെയും ജോയിൻറ്റ് സെക്രട്ടറി ജെയിൻ സാർ, ഗോവിന്ദൻകുട്ടി സാർ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് ഡോക്ടേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷം 2020 നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെമ്പർമാരെ ആദരിക്കുകയുണ്ടായി. എങ്കിലും ഇങ്ങനെയൊരു മീറ്റിംഗ് നേരിൽ നമുക്ക് നടത്താൻ സാധിക്കാഞ്ഞത് കൊണ്ട് കഴിഞ്ഞ വർഷം ആദരിക്കപ്പെട്ടവരെയും അതേപോലെ തന്നെ ഈ കൊല്ലം നമ്മൾ ആദരിക്കാനിരിക്കുന്ന ആളുകളെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2020 നമ്മൾ നമ്മുടെ IMA മെമ്പർമാരും അതേപോലെ മോഡേൺ മെഡിസിന് സംഭാവനകൾ നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളായ ഡോക്ടർ വിശ്വനാഥൻ സാർ, ഡോക്ടർ TT പോൾ സാർ, ലീലാമ്മ ഇബ്രാഹിം മാഡം, ഡോക്ടർ ബാലഗോപാൽ സാർ എന്നിവരെ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ആദരിക്കുകയുണ്ടായി. എങ്കിലും ഇങ്ങനൊരു മീറ്റിംഗ് നടത്തുന്ന അവസരത്തിൽ അവരെ നേരിൽ ഒരിക്കൽ കൂടി ആ ആദരവ് കൈമാറണമെന്ന് ഇവിടെ IMA തൃശ്ശൂർ ആഗ്രഹിക്കുകയാണ്. അതിനാൽ അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കൂടാതെ ഇന്ന് നമ്മൾ ആദരിക്കുന്ന മറ്റ് 5 ഡോക്ടർമാർ നമ്മുടെ കൂടെയുണ്ട്. അവരെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഇവിടെ പറയുന്നതായിരിക്കും. അതോടൊപ്പം ആദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി അവരെ പേര് വിളിക്കുന്നതിനനുസരിച്ച് അവർ മുൻപോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും മോഡേൺ മെഡിസിനും സയൻസിനും നൽകിയിട്ടുള്ള സംഭാവനകൾ വെറും ഒരു A4 പേപ്പറിൽ എഴുതി വായിക്കാൻ മാത്രമുള്ളതല്ല എന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കിവിടെ സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കം വാക്കുകളിൽ നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ച് ഞാൻ ചെറിയൊരു വിവരണം നൽകിക്കൊണ്ട് ക്ഷണിക്കുന്നതാണ്. ആദ്യമായി ഞാൻ ഡോക്ടർ TT പോൾ സാർ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. TT പോൾ സാറിനെ കുറിച്ച് ചെറിയൊരു വിവരണം നൽകാം. അദ്ദേഹം 1971 did MBBS and MD from CMC Ludhiana, DNB from CMC Vellore. In the beginning of his career, started nephrology unit in Medical Trust Hospital, Cochin, and later joined Ministry of Health, Kingdom of Saudi Arabia as consultant head of nephrology. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം 20,000-ഓളം കേസുകൾ ഹീമോഡയാലിസിസിനും അതേപോലെ റീനൽ ട്രാൻസ്പ്ലാന്റേഷനും നിരവധി കേസുകൾ പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. Then later he worked in Saudi Center for Organ Transplantation in Riyadh and was responsible for organizing cadaveric organ transplantation. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റ് ചില അച്ചീവ്മെൻറ്റുകൾ, he was awarded with the Dronacharya Award in 2019 and he is the former president of Nephrology Association of Kerala and former president of Thrissur Nephro Euro Club. With these words I introduce Dr. TT Paul sir.
ഫോട്ടോ ശരിക്കും കിട്ടിയോ സാറാ? ഇത് നേരെ ഒന്ന് പിടിച്ചോ. താങ്ക് യു സാർ. IMAയുടെ ആദരങ്ങൾ ഏറ്റുവാങ്ങിയ TT പോൾ സാറിനെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ലീലാമ എബ്രഹാം മാഡം. ഷീ ഈസ് എ നേറ്റീവ് ഓഫ് പാല ഫ്രം കോട്ടയം and she is an alumni of Government Medical College Kottayam 1971 batch. Started her career in a private hospital in Vadagara, later started her own hospital in Kozhikode. She has done her taken her FCGP, DCGO and FCCP, and later on she shifted to Thrissur. Her husband is Dr. C.K. Abraham. Her eldest daughter is Dr. Bobby Abraham, is a pediatrician. Two sons, Dr. Bob Abraham, a fetal medicine consultant, and Dr. Libin Abraham, working in virology department in Canada. അടുത്തത് ഡോക്ടർ SM ബാലഗോപാൽ, alumni of prestigious St. Thomas College, Thrissur, did MBBS from Calicut Medical College, did post-graduation in clinical pathology, worked as a pathologist in various institutions in India and abroad, including Pasteur Institute of India in Kunur, and in abroad he worked as a United Nations volunteer, later joined Ogun State Hospital, Nigeria under Ministry of Health, moved on to Saudi Arabia later on, and presently he is working as the medical officer in charge of IMA Blood Bank Ramormuvaram for last 12 years. He is popularly known as IMA doctor among the blood donors and camp organizers in Thrissur. His wife is Mrs. Meera, retired school teacher. Two children, Mr. Kiran and Chitra. താങ്ക് യു ബാലഗോപാൽ സാർ. കഴിഞ്ഞ വർഷം നമ്മൾ വിശ്വനാഥൻ സാറിനെ ആദരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ മീറ്റിങ്ങിൽ എത്തിച്ചേർന്നിട്ടില്ല. സാറിന് ഈ മീറ്റിങ്ങിൽ നിന്ന് എത്തിച്ചേരാൻ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2021 ഈ വർഷം നമ്മൾ ആദരിക്കുന്ന IMAയുടെ സ്വന്തം ഡോക്ടർമാരെ ഞാൻ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ഡോക്ടർ TP ആൻ്റണി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഡോക്ടർ TP ആൻ്റണി, alumni of St. Thomas College, Thrissur, did medical graduation from GMC Thiruvananthapuram and masters from PGI Chandigarh, obtained MRCP and FRCP, and trained in UK for rheumatology. He was a teaching faculty in various government and private teaching hospitals in Kerala, and he is the examiner of various universities including the National Board of Examination. Started the first IMC recognized postgraduate course in Government Medical College, Thrissur, and also in Amala Medical College. He was the professor and also held the post of vice principal at Amala Institute of Medical Science. After retiring from Amala, he is continuing there as adjunct professor. Thank you, TP Anthony sir. Dr. K.K. Ramachandran. Dr. Ramachandran was born
in the year 1948 in a village near Guruvayur. He is an alumni of St. Thomas College, Thrissur. He did his MBBS at Medical College, Calicut in 1964. Later on, he went to Nigeria in 1975 and worked at the Lagos University Teaching Hospital till the year 1984. In between, he went to the UK to pursue a course in the FRCS and completed in 1986. He came back to India and worked at PVS Hospital, Calicut and Mother Hospital, Thrissur. Later on, he worked in the Middle East for a few years and later shifted to UK and worked in various capacities, including locum consultant for a period of 15 years. On returning to India, he joined Amala Medical College as consultant in urology. Now he is retired and doing some charity work along with his profession. He is happily married to Dr. Renuka Ramachandran, who is a gynecologist at Thrissur. ഡോക്ടർ ശ്രീമതി ആനന്ദം ഗോപിനാഥൻ. മാഡം ഇങ്ങോട്ട് വരൂ. ശ്രീമതി ആനന്ദം ഗോപിനാഥൻ ഇവർ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ച് ബാംഗ്ലൂരിൽ വളർന്ന് 1969 അന്നും ഇന്നും ഏറ്റവും പ്രശസ്തമായ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ 1969 MBBS ഡിഗ്രി നേടുകയും തുടർന്ന് തൃശ്ശൂരിലെ അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ 1978 വരെ പ്രവൃത്തിയെടുക്കുകയും അതിനുശേഷം വിവാഹാനന്തരം ദുബായിലേക്ക് തൻ്റെ പ്രവൃത്തി മണ്ഡലം വ്യാപിപ്പിക്കുകയും അവിടെ മെഡിക്കൽ ഓഫീസർ ഇൻ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് ദുബായിലെ പ്രസിദ്ധീകരണമായ ഖലീജ് ടൈംസിൽ ഹെൽത്തിയർ യു എന്നുള്ള ഒരു കോളംനിസ്റ്റ് കൂടിയായിരുന്നു അവർ. ദീർഘകാലത്തെ അവിടുത്തെ പ്രവർത്തനത്തിന് ശേഷം 2005 തൃശ്ശൂരിലേക്ക് മടങ്ങി വന്ന അവർ ആൽഫ പാലിയേറ്റീവ് കെയറിലും തുടർന്ന് സ്വന്തമായി തുടങ്ങിയ രക്ഷ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്നുള്ള ഒരു പാലിയേറ്റീവ് കെയർ സ്ഥാപനത്തിലും ആണ് പ്രവർത്തിച്ചിരുന്നത്. അവരുടെ ഹസ്ബൻഡ് പരേതനായ ശ്രീ ഗോപിനാഥൻ, മകൾ നിത്യ വരുൺ. മാഡം, പാലിയേറ്റീവ് കെയറിൽ ഒരു മുഖമുദ്ര സ്ഥാപിച്ച അങ്ങയ്ക്ക് ഈ ആദരവ് തരുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. Dr. Major General M.N. Gobinathan Nair. Sir was born in Ashamannur village in Ernakulam district. Sir is an alumni of Armed Forces Medical College, Pune. Sir carries an experience of 45 years in specialty, academic and administration. Sir has headed the departments in Armed Forces Medical College, Army Hospital Referral and Research, New Delhi, and Pondicherry Institute of Medical Sciences. Sir commanded multi-specialty, tertiary care, postgraduate teaching hospitals of the Armed Forces at Secunderabad and Kolkata. Sir retired as Major General Medical from Headquarters, Eastern Command in 2009. Sir is actively involved with National Board of Examinations and various universities as Inspector, Examiner Guide, member of the Specialty Advisory Board and Members Board of Studies. Sir was the member of National Executive Council of Indian Academy of Pediatrics and was awarded the prestigious FIAP Fellowship by the Indian Academy of Pediatrics for exemplary contribution to pediatrics in 2004. From 2013 to 2020, Sir worked for Rajagiri Hospital in the capacity of Medical Director and played a leading role in commissioning, starting of postgraduate studies and NABH accreditation, all within a span of 4 years. Thank you, sir. Next, we have a dynamic young man who is the center of attraction of all functions, who is a bundle of energy, who enthuses energy to hold it with him. Professor Dr. C.V. Andrews, a native of Kottayam. He did MBBS from Medical College, Kottayam in 1981 and DOMS and MS Ophthalmology from BJ Medical College, Ahmedabad in 1983 and 1984.
He worked at Little Flower Hospital, Angamali as Senior Eye Consultant, Head of Cornea Services and Unit Chief from 1984 to 2002. Presently, he is working as Medical Superintendent, Senior Consultant, Professor and HOD of Ophthalmology at Jubilee Mission Medical College, Thrissur, as well as Quality Assurance Standard Assessor or Inspector of KUHAS in Thrissur IMA. He was the Joint Secretary in 2004-2006, Secretary in 2007-2009, Vice President in 2009-10, President 2010-11, State Working Committee member and Central Council member. His wife is Dr. Mercy Paul Andrews, Professor and HOD Dermatology, Jubilee Mission Medical College, Thrissur, and they have two daughters, Dr. Nima Teresa Andrew, dermatologist at Jubilee Mission, Thrissur, and Dr. Nimi Maria Andrew, radiologist at Jubilee Mission Medical College. His son-in-laws are Dr. Naveen Isaac John, consultant plastic surgeon at Jubilee Mission, Thrissur, and Dr. Jitin Anthony Bose, pediatric neurologist at Rajgiri Hospital. IMA ആദരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാ ഡോക്ടർമാർക്കും IMA പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ മുഖ്യാതിഥി MLA ശ്രീ P. ബാലേന്ദ്രൻ സാറിന് IMA ആദരവ് ഏറ്റുവാങ്ങുന്നതിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഇന്ന് ആദരവ് ഏറ്റുവാങ്ങിയവരെ പ്രതിനിധീകരിച്ച് എല്ലാവർക്കും റിട്ടേൺ സ്പീച്ച് കൊടുക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഒരാളെ ഡോക്ടർ മേജർ ജനറൽ MNG നായരെ വെറ്ററാനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഫോർ ദ റിട്ടേൺ സ്പീച്ച്. My dear friends, ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടേഴ്സിനെ ആദരിക്കുക എന്നുള്ളത് വർഷങ്ങളായി നടന്നു വരുന്നൊരു ചടങ്ങാണ്. പല രാജ്യങ്ങളിലും പല ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഇത് ആദരണീയം നടക്കുന്നത് ഭാരതരത്നം ഡോക്ടർ ബിധാൻ ചന്ദ്ര റായുടെ ജന്മദിനത്തിനോട് ആൻഡ് സർപ്രൈസിംഗ്ലി അദ്ദേഹത്തിൻ്റെ ചരമദിനം അന്ന് തന്നെയാണ്. ഞാൻ ആർമി സർവീസിൻ്റെ ഇടയ്ക്ക് ഒരു 8 വർഷം കൽക്കട്ടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് കൽക്കട്ടയിലെ ഒരു കാലത്ത് കൽക്കട്ട ആക്ച്വലി വാസ് നോൺ ആസ് ദി ക്രാഡിൽ ഓഫ് മെഡിക്കൽ സയൻസ് ഇൻ ഇന്ത്യ. അവിടെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പോകാനും പലരെപ്പറ്റിയും കൂടുതൽ അറിവ് നേടാനും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 വാക്ക് ഞാൻ ഡോക്ടർ BC റോയിയെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തുടങ്ങാനായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്ലാൻ ചെയ്തപ്പോൾ അത് ഓഫർ ചെയ്ത് കൽക്കട്ടയ്ക്കാണ്. പക്ഷേ ദി പേഴ്സൺ ഡോക്ടർ BC റോയ് ഹി റിഫ്യൂസ്ഡ് ഇറ്റ്, ഹി റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ഹി സേസ് കൽക്കട്ടയിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങാനായിട്ട് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിക്ക് കിട്ടിയത്. അദ്ദേഹം കൽക്കട്ടയിലുണ്ടായിരുന്ന പ്രസിഡൻസി ജനറൽ ഹോസ്പിറ്റലിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആക്കി അദ്ദേഹം ഉയർത്തി. പിന്നെ ലോകത്തിൽ വളരെ ചുരുക്കം ഡോക്ടേഴ്സേ ഉള്ളൂ MRCPയും FRCSും
ഒരേ ടൈമിൽ മേടിച്ചിട്ടുള്ളത്. അതിലൊരാൾ ഡോക്ടർ BC റോയിയാണ്. ഹീസ് എൻ MRCP ആസ് വെൽ ആസ് എൻ FRCS. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹമാണ് ഒരു ട്രൂ ലെജൻഡ്, അല്ലെങ്കിൽ ഇതിഹാസം. ഈ ഫ്ലയർ കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് കുറേ സമയത്തേക്ക് എനിക്ക് യാതൊരു വിധത്തിലും എനിക്കത് അങ്ങോട്ട് അസിമുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളൊക്കെ എങ്ങനെ ലെജൻഡായി, ഇതിഹാസമായി എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനതിൻ്റെ ഒരു 5 അയൽവക്കത്ത് പോലും അടുത്തെത്തിയിട്ടില്ല. അത് മാത്രമല്ല, സ്വപ്നത്തിൽ പോലും കാണാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഒരു ലെജൻഡാകുക എന്നുള്ളത്. എന്നാലും മനുഷ്യസഹജമായ ഒരു വികാരമാണ് ആരെങ്കിലും വിളിച്ചിട്ട് യു ആർ വെരി ഗുഡ്, യു ഹാവ് ഡൺ ദിസ്, യു ഹാവ് ഡൺ ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ളിലൊരു ചെറിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു ചെറിയൊരു മുകുളം ഇങ്ങനെ പൊട്ടിവിടരുന്നുണ്ട്. അതാണ് ആക്ച്വലി ഉണ്ടായത്. ബാക്കിയുള്ളവരെ പറ്റി ഞാനങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ വിളിച്ചതിനും ആദരിച്ചതിനും IMA തൃശ്ശൂരിലെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവരുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയേണ്ട പേഴ്സണൽ വ്യൂ ആണ്. ഇന്ന് നമ്മൾ വളരെ വിഷമകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. വയലൻസ്, മോസ്റ്റ് ഓഫ് ദി ഡോക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കർ ദേ ഹാവ് ടു ഫേസ് വയലൻസ്. ഇവിടെ പറഞ്ഞ മാതിരി വളരെ ശക്തമായ നിയമനിർമ്മാണം വേണം, വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇത് ശരിയാവുമില്ല. നമ്മളൊക്കെ പലരും എന്നെക്കാളും സീനിയറായിട്ടുള്ള നമ്മളൊക്കെ മെഡിക്കൽ കോളേജിൽ കയറുന്ന അന്ന് മുതൽ കേട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഹിപ്പോക്രാറ്റിസ് ഓത്ത്, രണ്ടാമത്തേത് പേഷ്യൻസ് റൈറ്റ്. അതായത് രോഗികളുടെ അവകാശങ്ങളും ഡോക്ടർ എടുക്കുന്ന ആ ഹിപ്പോക്രാറ്റിസ് ഓത്തും. പക്ഷേ ഇന്ന് വരെ ഒരു സ്കൂളിലും ഒരു കോളേജിലും രോഗികളുടെ അവരുടെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഡോക്ടർ ഹെൽത്ത് കെയറിനോട് അവർക്ക് എന്താണ് അവർക്കൊരു ഉത്തരവാദിത്വം എന്ന് ആരും ഇന്നുവരെ പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അവകാശങ്ങൾ എന്താണ്, ഡോക്ടേഴ്സ് റൈറ്റ്സ് എന്താണ്, ഹെൽത്ത് കെയർ, ഇത് ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ പല ഹോസ്പിറ്റലും വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പല കപ്പാസിറ്റിയിലും പോയിട്ടുണ്ട്. എല്ലായിടത്തും ആദ്യം കയറി ചെല്ലുന്ന ഉടനെ കാണുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകളാണ് അബൌട്ട് പേഷ്യൻസ്. യു ആർ ഹിയർ ബിക്കോസ് ഓഫ് ദം, ദേ ആർ നോട്ട് ഹിയർ ബിക്കോസ് ഓഫ് യു. അതേപോലെ തന്നെ എല്ലായിടത്തും എഴുതിയിരിക്കുന്ന പേഷ്യൻസ് റൈറ്റ്സ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ പോലും ഡോക്ടേഴ്സിൻ്റെ റൈറ്റ്സോ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ റൈറ്റ്സോ പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസോ എഴുതി വച്ചിട്ടില്ല. എനിക്ക് വളരെ പ്രൈഡായിട്ട് പറയാം, രാജഗിരി ഹോസ്പിറ്റൽ ഐ കുഡ് ഗെറ്റ് ഇറ്റ് ഡൺ. അവിടെ 1-2 ഇടത്തെങ്കിലും ഞങ്ങൾ അതായത് ഡോക്ടേഴ്സിൻ്റെ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ അവകാശങ്ങളും പേഷ്യൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതൊക്കെ നമ്മളൊരു സിലബസിൽ ഉൾപ്പെടുത്തി ചെറിയ ക്ലാസ് മുതൽ ആൾക്കാരെ പഠിപ്പിച്ചു തുടങ്ങും, കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങണം എന്തൊക്കെയാണെന്നുള്ളത്. അതും കൂടെ അങ്ങനെ ഒരു കാര്യം കൂടെ വന്നാലേ എനിക്ക് തോന്നുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. വൺസ് അഗെയിൻ thank you IMA Thrissur. I am also part of that FOI's wonderful opportunity of coming here and getting the honors here on behalf of all of them. Thank you very much once again. Take care, stay safe, God bless, Jai Hind. മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഔദ്യോഗികമായി ഞാനൊരു മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി നന്ദി പ്രകാശത്തിനായി നമ്മുടെ സ്വന്തം സെക്രട്ടറി ഡോക്ടർ പവൻ മധുസൂദനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഇവിടെ നടത്തിയ നമ്മുടെ ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ഡേ മീറ്റിംഗ്, അതുപോലെ ഡോക്ടേഴ്സ് ആദരിക്കൽ ചടങ്ങ്, ഇതിൽ പങ്കെടുത്ത IMAയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ P. ഗോപികുമാർ, തൃശ്ശൂരിൻ്റെ MLA സഖാവ് ബാലചന്ദ്രൻ, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ജെയിൻ, നമ്മുടെ സ്വന്തം പ്രസിഡൻറ്റ് ഡോക്ടർ ജോയ് മഞ്ഞില, ഗോവിന്ദൻകുട്ടി സാർ, മറ്റ് സീനിയർ അംഗങ്ങളെ, ഇന്നത്തെ മീറ്റിംഗ് വളരെ കൃത്യസമയത്ത് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. അതേപോലെ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കുവാനും സാധിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം. മീറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ കൾച്ചറൽ വിംഗ് നടത്തുന്ന മ്യൂസിക് എക്സ്ട്രാവാഗൻസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർ ടു ഡോക്ടർ നിവിൻ മുകേഷൻ ടീം.
ബഹുമാന്യരായ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ ബഹുമാന്യരായ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടേഴ്സ് ഡേയുടെ ദിനത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയ എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ആദരിക്കപ്പെട്ട എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു കലാപരിപാടികൾ, പാട്ടിൻ്റെ കുറച്ച് പാട്ടുകൾ പാടാൻ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അധികം ശബ്ദമൊന്നും പാടില്ല, 8 മണിയോടുകൂടി എല്ലാം ക്ലോസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അധികം ശബ്ദത്തിലൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. വളരെ ശബ്ദമൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ നമ്മളൊരു ചെറിയൊരു ഗാനമേള ഇവിടെ സംഘടിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. നമുക്കതിനായിട്ട് കുറച്ച് പേര്, 1-2 പേര് സിംഗേഴ്സ് ഉണ്ട്, നമ്മുടെ ആൾക്കാരും പാടുന്നതായിരിക്കും. ഒരു 5-6 പാട്ടോ ആണ് ഏകദേശം ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഈ കൾച്ചറൽ ഈവനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. Hello, 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 hello. ഈ മലർ കന്യകൾ മാരഞ്ഞു നീതി
ഹലോ 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 ആയിരം മാതളപ്പൂക്കൾ ആതിരെ നിൻമിഴിത്തുമ്പിൽ മന്ദഹാസത്തേനൊലിച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ ആയിരം മാതളപ്പൂക്കൾ ആതിരെ നിൻമിഴിത്തുമ്പിൽ മന്ദഹാസത്തേനലച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ വസന്തത്തിൻ തെന്നലിലേറി വീരുന്നെത്തും സുന്ദരി പ്രാവേ വസന്തത്തിൻ തെന്നലിലേറി വീരുന്നെത്തും സുന്ദരി പ്രാവേ ആയിരം മാതളപ്പൂക്കൾ ആതിരെ നിൻമിഴിത്തുമ്പിൽ മന്ദഹാസത്തേനൊലിച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ ദേവതേ നാണം നിന്നിൽ കൂടുകൂട്ടി ദാഹവുമായി പ്രായമയിൽ വീണമീട്ടി നീ വളരും നാള് തോറും നിന്നിഴലായി നീ വളരും നാള് തോറും നിന്നിഴലായി നിന്നരികിൽ ഞാനലഞ്ഞു നീയറിയാതെ ആയിരം മാതളപ്പൂക്കൾ ആതിരെ നിൻമിഴിത്തുമ്പിൽ മന്ദഹാസത്തേനൊലിച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ മാരിവിൽ പന്തൽ കെട്ടി നീലവാനം മാനസങ്ങൾ താളം തട്ടി രാഗലോലം ഈ വനിയിൽ പൂവനിയിൽ നമ്മളൊരുക്കും ഈ വനിയിൽ പൂവനിയിൽ നമ്മളൊരുക്കും മണ്ഡപത്തിൽ നിന്നരികിൽ വീണുറങ്ങും ഞാൻ ആയിരം മാതളപ്പൂക്കൾ ആതിരെ നിൻമിഴിത്തുമ്പിൽ മന്ദഹാസത്തേനൊലിച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ
Kindly introduce yourself. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. എന്ന സുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എന്നനുഭൂതിതൻ സ്വർണദലങ്ങളാലിൻ മോഹപുഷ്പകം അലങ്കരിക്കാം. എന്നനുഭൂതിതൻ സ്വർണദലങ്ങളാലിൻ മോഹപുഷ്പകം അലങ്കരിക്കാം. നിന്യാഗമണ്ഡപ യാഗാഗ്നി തന്നിലെ ചന്ദനധൂമമായി ഞാനുയരാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. സുന്ദരവാസന്ത മന്ദസമീരനാലിൻ ജാലകങ്ങളെ തൊട്ടുണർത്താം. സുന്ദരവാസന്ത മന്ദസമീരനാലിൻ ജാലകങ്ങളെ തൊട്ടുണർത്താം. പൂമിഴി താമര പൂവിതൾ തുമ്പിലെ തൂമൊത്തൊരുമയാലൊപ്പിയേക്കാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളാണു എങ്കിൽ എന്നും മാധവമുണർന്നേനെ. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. നിന്നിൽ എന്നും പൗർണമി വിടർന്നേനെ.
താങ്ക് യു. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് ഇന്ന് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഡോക്ടർ ഗായത്രി, ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൂ, ഭാവിയിൽ ഡോക്ടറാവാനുള്ള ഗായത്രി. എൻ്റെ നാക്ക് പൊന്നാവട്ടെ എന്ന് പറയാണ്. ഗായത്രി നാലാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശ്രീകുമാറിൻ്റെയും ദയ ഹോസ്പിറ്റലിലെ ഡോക്ടർ രോഹിണിയുടെയും മകളാണ്. ഒരു ഗായിക എന്നതിനേക്കാൾ കഥകളിയിൽ ഒട്ടേറെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഗായത്രിയെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നീ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതെ, ഗുഡ് ഈവനിങ്. മഴ എന്ന് പറയുന്ന സിനിമയിലെ വാർമുകിലെ എന്നുള്ള പാട്ടാണ് ഞാൻ പാടുന്നത്. ശ്യാമവർണ്ണൻ
Thank you. Check. Hello. Hello. Check. क्या हुआ तेरा वादा, वो कसम, वो इरादा, क्या हुआ तेरा वादा, वो कसम, वो इरादा, भूलेगा दिन जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा, वो कसम, वो इरादा। भूलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा, याद है मुझको तूने कहा था, तुमसे नहीं रूठेंगे कभी, दिल की तरह से हाथ मिले हैं, कैसे भला छूटेंगे कभी। तेरी बाहों में प्रीति हर शाम, बेवफाई थी क्या याद नहीं। क्या हुआ तेरा वादा, वो कसम, वो इरादा, भूलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा, ओ कहने वाले मुझको परेती, कौन परेती है ये बता। ओ जिसने हम लिया प्यार की खातिर, प्यार जिसने क्या तुमने लिया। नशा डालक था ये था भी क्या, ये तुझे कुछ भी याद नहीं। क्या हुआ तेरा वादा, वो कसम, वो इरादा, भूलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा।
हुआ तेरा वादा वो कसम। പ്രിയപ്പെട്ടവരെ, കോവിഡിൻ്റെ നിയമങ്ങൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളതായിട്ടുള്ളൂ. ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഈ പരിപാടി ഏറ്റവും ഭംഗിയാക്കി ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും IMA തൃശ്ശൂർ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് കൾച്ചറൽ വിങ്ങിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ രവീന്ദ്രവർമ്മ സർ, കൾച്ചറൽ വിങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ മുകേഷ് മുകുന്ദൻ, എല്ലാവരോടുമുള്ള ഹൃദയംഗമമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളോടൊത്ത് സഹകരിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. താങ്ക് യു.